ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയാലോ? അങ്ങോട്ട് പോവേണ്. അതുകൊണ്ട് തൽക്കാലമായിട്ട് കൊടുത്തു. ഇനി അവിടെ ചെന്നിട്ട് ബാക്കി. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒതുക്കണം, എന്നിട്ട് അങ്ങോട്ട് കയറണം. ശാർക്കരക്കര അമ്പലം. ഗായ്സ്, നമ്മൾ നോക്കിയപ്പോൾ നമ്മളവിടെ ടെൻറ്റ് പഠിച്ച മഹിമയെ കണ്ട്. ആദ്യം നിന്നെ കണ്ട, പക്ഷെ കൺഫ്യൂഷൻ ആയി പോയി. നീ തന്നെയെന്ന് ഉറപ്പ്. ആഫ്റ്റർ 8 years 8 വർഷത്തിന് ശേഷം. ഞാൻ ഇടയ്ക്ക് 2-3 ദിവസം നിന്നെ കണ്ടല്ലേ? അതെന്നാ ഒരു വട്ടം ഞാൻ പറഞ്ഞുതരാം. 2025 ഏപ്രിൽ 7 കണ്ടായിരുന്നു. അങ്ങോട്ട് പോവുകയാണ് ചെക്കനെയും പെണ്ണിനെയും കാണാൻ വേണ്ടി. മഹിമയെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ കണ്ടപ്പം വല്ല ചേഞ്ച് ഉണ്ടോ ഞങ്ങൾക്ക്? താങ്ക് യു. ഒരു എക്സ്ട്രോവേർട്ട് ഇൻട്രോവേർട്ടായി. ഇവളാ? ഞാൻ ഇൻട്രോവേർട്ടായെന്ന് എനിക്ക് വയ്യ, ആരും പറയാത്ത കാര്യം. താങ്ക് യു. ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു? പൊസസീവ് അടിച്ചത് ആ മഹിമയെ വിളിച്ചോണ്ട് പോവുകയാണ്. ഇന്നലെ ഞാൻ അനഘയുടെ കൂടെ ഫോട്ടോ എടുത്തെന്ന് പറഞ്ഞ് പൊസസീവ് അടിച്ച്. അത് അനഘ കാണും. നമ്മളിവിടെ വന്നിട്ടുണ്ട്. ബ്രൈഡും ചെക്കനും തോന്നിക്കുവാണ്. അമ്പലം ഇതാണ് ശാർക്കര അമ്പലം. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ സ്കൂള്. അതുകൊണ്ട് നമ്മളിവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കുവാണ്. ഫോട്ടോ എടുക്കാൻ വി ആർ വെയിറ്റിംഗ്. അങ്ങനെ ഞങ്ങൾ ബ്രൈഡിൻ്റെ അടുത്ത് ചെക്കൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. മഹിമ വിറ്റമിൻ ഡി കൊള്ളുകയാണ്. ഞങ്ങൾ പൊരിഞ്ഞ വെയിലും മഹിമ വിറ്റമിൻ ഡിയും. വിറ്റമിൻ ഡി ആസ്വദിക്കൂ കുട്ടി, ആസ്വദിക്കുക. എന്താ സുഖം. വീട്ടിൽ എത്തുമ്പോൾ കരിഞ്ഞിരിക്കാം. വീട്ടിൽ നമ്മൾ കരിഞ്ഞിട്ട് അൽഫാം കണക്കിരിക്കും. അതേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഫുള്ളോടെ ഉള്ളത്. അടിപൊളിയാണ്. വിറ്റമിൻ ഡിയുടെ ആവശ്യകത കഴിഞ്ഞു. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഇന്നലെ നമ്മൾ വന്ന അവിടെ വെച്ചാണ് ഫുഡ്. അമ്മക്ക് ചാടാൻ കുഴപ്പമില്ല. ഗൈസ്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബാക്കി കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ കൂടെയുള്ള മഹിമയ്ക്ക് പോലും സീറ്റ് കിട്ടിയില്ല. പിന്നെ അവൾ സെക്കൻഡ് ട്രിപ്പാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എങ്ങനെയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ ഇരിച്ചിട്ട് കയറി സീറ്റ് കിട്ടുമെന്ന് പോലും പ്രതീക്ഷ. ഞങ്ങൾ നോക്കിയപ്പോൾ 2 പിള്ളേർ അടിയിൽ കൂടെയൊക്കെ കയറി. ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി. എങ്ങനെയുണ്ട് സദ്യ? ആഫ്റ്റർ എ ലോങ് ടൈം സദ്യ കഴിക്കുന്ന. ആ ഓണത്തിനാണ് കഴിച്ച് ലാസ്റ്റ്. ഗൈസ്, അങ്ങനെ സദ്യയും 3 കൂട്ടം പായസമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.